ഇന്ന് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളത് പാണ്ഡികശാല. നമ്മളൊപ്പം ഉള്ളത് സൈഫോക്കയാണ്. സൈഫോക്കാനായിട്ട് ഇന്ന് കൂടെ ഇരുത്താനൊരു കാരണം കൂടിയുണ്ട്. സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നൊരു വിഷയമാണ് തൊപ്പി വിഷയം. തൊപ്പി ഗ്യാങ്ങും അടിച്ചു പിരിഞ്ഞൊക്കെ ആയിട്ടുള്ളൊരു വിഷയം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ തൊപ്പിക്കെതിരെ ആദ്യമായി പരാതി കൊടുത്തത് സൈഫോക്കയായിരുന്നു. ഇപ്പോൾ ഈ വിഷയത്തിലല്ല, ഇതിന് മുന്നേ വളാഞ്ചേരിയിൽ ഒരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നിട്ട്. അപ്പോൾ ആ വിഷയവും ഇപ്പോൾ നിലവിലെ തൊപ്പി ഗ്യാങ്ങുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചേർത്ത് സൈഫോക്കാൻ്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചേക്കാം. സൈഫോക്ക, സ്വാഗതം. യെസ്. എന്താണ് ഇപ്പോൾ നിലവിൽ തൊപ്പിക്കെതിരെ ഫസ്റ്റ് പരാതി കൊടുത്ത ആളുകളായിരുന്നല്ലോ, അപ്പോൾ തൊപ്പിയുടെ ഗ്യാങ്ങിനെ പറ്റിയൊക്കെ പല വിഷയങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഇത് പറയാനുള്ളത്? അല്ല, സോഷ്യൽ മീഡിയയിൽ ഞാൻ സജീവമല്ല ഈ കാര്യത്തിൽ പൊതുവെ. പക്ഷേ എങ്കിലും ഏകദേശം വർഷങ്ങൾക്ക് മുമ്പേ തോന്നുന്നുണ്ട്, ഒരു 2-3 വർഷമായിട്ടുണ്ട്. വളാഞ്ചേരിയിൽ ഞാൻ പാലിയേറ്റീവിൻ്റെ ആംബുലൻസിൽ ഒരു ഡോക്ടറായിട്ട് എമർജൻസി ആയിട്ടൊരു കേസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴാണ് നമ്മൾ തിരൂർ റോട്ടിൽ വെച്ചിട്ട് തൊപ്പിയുടെ പരിപാടിയാണെന്ന് എനിക്കറിയില്ല. തിരൂർ റോഡ് ആകെ ബ്ലോക്കാണ്. ചെറിയ കുട്ടികളാണ്. നമ്മളൊരു ജനറേഷനിലൊക്കെ ഇന്ത്യയൊക്കെ ഒരു ജനറേഷനിലുള്ള ആളുകൾ ഈ തൊപ്പി അങ്ങനെ അറിയപ്പെടുന്നത് അന്നാണ്. കാരണം കുറേ ചെറിയ കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഒരു UP, അതോടെ തന്നെ 8ാം ക്ലാസ് ഹൈസ്കൂളിൽ പഠിക്കുന്ന ആ റേഞ്ചിലുള്ള കുറേ കുട്ടികളാണ് അവിടെ നിറഞ്ഞിരിക്കുന്നത്. റോഡ് കുറേ നേരം ബ്ലോക്കായി, എല്ലാവരും അസ്വസ്ഥരായി. അതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ രക്ഷപ്പെട്ടു പോയി കഴിച്ചിലായപ്പോഴാണ് അറിയുന്നത് തൊപ്പിയാണ്. പിന്നെ അതിൻ്റെ അയാളുടെ അവിടുത്തെ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ വൾഗറായിട്ടുള്ള ഡയലോഗ് പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞേക്കാണ് വളാഞ്ചേരിക്കാരെ അടച്ചാക്ഷേപിച്ചിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടമാന പോസ്റ്റുകൾ വരുന്നത്, വളരെ മോശപ്പെട്ട. ഈ ഒരു അനുഭവം കൂടി എനിക്കുള്ളതുകൊണ്ട് തന്നെയാണ് ഞാനന്ന് എൻ്റെ സുഹൃത്ത് പത്രപ്രവർത്തകനാണ് നൂറിൻ്റെയും കൂടി അഭിപ്രായത്തിൽ ഞാനന്ന് പോലീസിൽ പരാതി. ഇപ്പോൾ ഈ ഒരു വിഷയം കൂടി കേൾക്കുമ്പോൾ തൊപ്പിൻ്റെ ഗ്യാങ്ങിൽ നിന്ന് വളരെ വിവാദപരമായിട്ട് അല്ലെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടും ഇപ്പോൾ യൂട്യൂബറായിട്ടും ഗ്യാങ്ങിനായിട്ടുള്ള ഹനാൻഷനെ ബന്ധപ്പെടുത്തിയിട്ടുള്ള പരാതികളോ കുറേ വ്ളോഗുകളോ എന്നതിൻ്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൊപ്പിനെ പറഞ്ഞ് അവരെ ഗ്യാങ്ങിലെ കുറച്ച് ആളുകൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു, പോക്സോ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചുമത്താൻ പറ്റിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്താണ് ഇപ്പോൾ ആ വിഷയമൊക്കെ കേൾക്കുമ്പോൾ പറയുന്നത്? ഇല്ല, യൂട്യൂബേഴ്സ് ഇൻഫ്ലുവൻസർമാരൊക്കെ മയക്കുമരുന്നിന് അടിമകളാണെന്നുള്ളത് നമുക്ക് ബോധ്യമില്ല. അങ്ങനെ പറയാനും വയ്യ. നല്ല യൂട്യൂബേഴ്സ് ഉണ്ട്, നല്ല ഇൻഫ്ലുവൻസർമാരുണ്ട്. ഇപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ തുറക്കുമ്പോൾ ഇപ്പോൾ ആബിദ്, സൂരജ്, അത്തരം ആളുകളൊക്കെ വളരെ നന്നായിട്ട്, അതുപോലെ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന കണ്ടമാനം ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും അല്ലെങ്കിൽ ഇതേപോലത്തെ ആളുകളാണെന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. നല്ല രീതിയിൽ നന്നായിട്ട് ചെയ്യുന്ന കണ്ടമാനം ആളുകളുണ്ട്. തൊപ്പിയുടെ പേഴ്സണലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. തൊപ്പി എന്നുള്ള ആളെ നമുക്ക് മുൻപരിചയമൊന്നുമില്ല. പക്ഷെ അയാളുടെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അയാളുടെ വരുന്ന ഫോളോവേഴ്സ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് അയാൾക്ക് അത്രയും വലിയൊരു സോഷ്യൽ മീഡിയയിൽ അത്രയും വലിയൊരു ട്രെൻഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. അതോടനുബന്ധിച്ചുണ്ടാകുന്ന കുറച്ച് ഇഷ്യൂസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആധികാരികമായിട്ട് പറയാനൊന്നും നമുക്കറിയില്ല. കാരണം നമ്മൾ അത്ര അധികം അവരെ ഫോളോ ചെയ്യുന്നില്ലല്ലോ. എങ്കിലും സമൂഹത്തിൽ ഞാനൊരു സാമൂഹ്യ പ്രവർത്തനമൊന്നും പറയാൻ വയ്യ, എന്നാലും സന്നദ്ധ പ്രവർത്തന രീതിയിലൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ ഇടപെടുന്നത് കൊണ്ട് തന്നെ സമൂഹത്തിൽ ഗുണങ്ങളുണ്ടാക്കുന്ന രീതിയിൽ, സമൂഹത്തിൽ ബുദ്ധിമുട്ടുകൾക്കെതിരെ, ആളുകളുടെ വിഷമങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനുള്ള മാർഗം കണ്ടെത്തുന്ന രീതിയിലൊക്കെ ഈ ഇൻഫ്ലുവൻസർമാരും അതോടൊപ്പം തന്നെ വ്ളോഗർമാരൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് സാധാരണക്കാരനെ ഏറെ ഗുണം ചെയ്യും. അതിലപ്പുറത്തേക്ക് ഈ ചെറിയ കുട്ടികളെ, വളർന്നു വരുന്ന കുട്ടികളുടെ വളർന്നു വരുന്ന തലമുറയെ തന്നെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഇത്തരം ഇടപെടൽ ഉണ്ടാവുമ്പോൾ പോലീസും അതോടൊപ്പം തന്നെ നിയമ സംവിധാനങ്ങളും അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കണം എന്ന് തന്നെ പറയാനുണ്ട്. അന്നൊക്കെ നിങ്ങളെ കേസിൻ്റെ ഇതിലൊക്കെ പോലീസ് തൊപ്പിനെ അറസ്റ്റ് ചെയ്യാൻ കുറേ പാടുപെട്ടിട്ടുണ്ട്. ഇവിടുന്ന് എറണാകുളത്ത് പോയിട്ടാണ് അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ ആ പരാതിൻ്റെ പുറത്ത് എന്തെങ്കിലും ഭീഷണികളാണ് എന്തെങ്കിലും നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, എനിക്ക് പേഴ്സണലായിട്ട് ഭീഷണികളൊന്നും വന്നിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ തൊപ്പിടത്തിന് റിയാക്ഷനൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അത്തരം ഭീഷണികളൊന്നും നമ്മൾ മൈൻഡ് ചെയ്തില്ല. നമ്മൾ പൊതുവെ സമൂഹത്തിൽ
അത് ഓർമ്മ വെച്ച കാലം തന്നെ സാമൂഹികമായിട്ട് ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് തന്നെ അത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഇടപെടലില്ല. പക്ഷെ ഇടപെട്ടാലും നമുക്കതിന് അന്ന് ഈ വിഷയത്തിൽ ആരും പരാതി കൊടുക്കാൻ തയ്യാറാവാതിരുന്നപ്പോൾ എന്താണ് സൈഫുവൊക്കെ സ്വയം സന്നദ്ധനായി പരാതി കൊടുക്കാൻ തയ്യാറാവുള്ളൊരു മോട്ടിവേഷൻ എന്തായിരുന്നു? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, സമൂഹ മാധ്യമത്തിൽ നമ്മളുടെ വളാഞ്ചേരിയിലുള്ള പ്രമുഖരെല്ലാവരും ഇതിനെതിരെ അക്ഷരങ്ങൾ കൊണ്ട് അമ്മാനമാടുക എന്ന് പറയുന്ന പോലെ തന്നെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇയാൾക്കെതിരെ പരാതിയായിട്ട് ആരും മുന്നോട്ട് പോകാനില്ല എന്ന് നമുക്ക് തോന്നി. അതിൽ എനിക്ക് പരാതി കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അതിന് മോട്ടീവായത് ഞാൻ പറഞ്ഞല്ലേ, നമ്മുടെ സുഹൃത്ത് തന്നെ ആബിദ് നൂറിലാബിദ്. ഇപ്പോൾ ഈ തൊപ്പിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദിച്ച പോലെ തന്നെ ഇപ്പോൾ എന്താണ് തൊപ്പിയുടെ വിഷയങ്ങൾ വരുന്നുണ്ടല്ലോ, ഇപ്പോൾ ലഹരി ഉപയോഗം അടക്കമുള്ള സംഗതികളാണ് വരുന്നത്. എന്താണ് ഇപ്പോൾ നമുക്കിപ്പോൾ തോന്നുന്നുണ്ട്? അപ്പോൾ അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ ലഹരി നമ്മളുടെ പ്രത്യേകിച്ച് നമ്മളുടെ UDF സർക്കാർ, ഇപ്പോൾ അധികാരത്തിലേറിയ UDF സർക്കാരിൻ്റെ ഏറ്റവും നമ്മൾ അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് തൂഫാൻ. ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്ന് മാഫിയക്കെതിരെയുള്ള പ്രവർത്തനം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലയിലും. അതിന് തൊപ്പി കൂടി അതിൽ ബലിയാടായിട്ടുണ്ടെങ്കിൽ അത്തരം ആളുകളെ ജനങ്ങൾ തിരിച്ചറിയണമെന്നും നമ്മളുടെ സമൂഹം അതോടൊപ്പം തന്നെ നമ്മളുടെ കൗമാരപ്രായക്കാരും ഇത്തരം ആളുകളെ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട ഉദ്ബോധനം കിട്ടുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാളുടെ ഗ്യാങ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെതിരെയുള്ള നിയമ നടപടി അയാൾ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇതൊക്കെയാണ് സൈഫുവക്കനെ പരിചയപ്പെടുത്താൻ കാരണം നേരത്തെ പറഞ്ഞു. തൊപ്പി വിഷയത്തിൽ ആദ്യമായി നിയമപരമായിട്ടുള്ള പോരാട്ടത്തിന് മുന്നിൽ വന്നത് സൈഫുവക്കയായിരുന്നു. സൈഫുവക്കന് വരാനുള്ള കാരണം പറഞ്ഞു. ഒന്ന്, പ്രദേശത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചുകൊണ്ടുള്ള എല്ലാവരെയും ഒരു താഴെക്കിടയിലാക്കിക്കൊണ്ടുള്ളൊരു പ്രവർത്തനങ്ങൾ കമൻറ്റുകൾ വന്നു. അതുപോലെ വളർന്നു വരുന്ന തലമുറക്ക് ഒരു ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു അന്ന് തൊപ്പിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ടാണ് സൈഫുവക്ക തൊപ്പിക്കെതിരെ തന്നെ പരാതി കൊടുക്കാൻ തയ്യാറായത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.